ഒരു പുതിയ ഹാബിറ്റ് ഉണ്ടാക്കിയെടുക്കാൻ ഏറ്റവും എളുപ്പമായ മാർഗം അതിനെ പഴയ ശീലത്തോട് ചേർക്കുക എന്നതാണ്. ഇതിനെയാണ് ഹാബിറ്റ് സ്റ്റാക്കിംഗ് എന്ന് പറയുന്നത്. ഇത് എന്താണെന്ന് നോക്കാം. നമ്മൾ പലപ്പോഴും പുതിയ ശീലങ്ങൾ തുടങ്ങാൻ വേണ്ടി ശ്രമിക്കും, പക്ഷേ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം അത് നിർത്തിപ്പോകും. എന്തുകൊണ്ടാണെന്ന് അറിയാമോ? കാരണം നമ്മുടെ മനസ്സിന് പുതിയ പുതിയ കാര്യങ്ങൾ ഓർത്തു വയ്ക്കാൻ ബുദ്ധിമുട്ടാണ്. അതിന് ഒരു ചെറിയ ട്രിക്കുണ്ട്. ഈ പുതിയ ശീലത്തെ നിങ്ങളുടെ പഴയ ഒരു ശീലത്തോട് കൂടി ചേർക്കുക. ഉദാഹരണത്തിന് നമ്മൾ എപ്പോഴും ചെയ്യുന്ന കാര്യങ്ങളായിട്ടുള്ള പല്ല് തേക്കുക, ചായ കുടിക്കുക, മൊബൈൽ ചാർജിലിടുക, നമസ്കാരം, പ്രാർത്ഥന, കിടക്കാൻ പോവുക, ഇവയെല്ലാം നമ്മുടെ പഴയ ശീലങ്ങളാണ്. ഇപ്പോൾ പുതിയ ശീലം തുടങ്ങണമെങ്കിൽ അതിന് ഈ പഴയ ശീലത്തിന് തൊട്ട് പിന്നാലെ തന്നെ ചേർക്കുക. ഉദാഹരണത്തിന് പല്ല് തേച്ചതിന് ശേഷം 2 മിനിറ്റ് ഇംഗ്ലീഷ് വായിക്കും, അല്ലെങ്കിൽ രാവിലെ ചായ കുടിച്ച ശേഷം ഞാനൊരു ഗ്ലാസ് വെള്ളം കുടിക്കും, അല്ലെങ്കിൽ നമസ്കാരത്തിന് അല്ലെങ്കിൽ പ്രാർത്ഥനയ്ക്ക് ശേഷം ഞാൻ 5 പുതിയ വാക്കുകൾ പഠിക്കും, ഭക്ഷണം കഴിച്ചതിന് ശേഷം ഞാൻ 5 മിനിറ്റ് നടക്കും. ഇങ്ങനെ പുതിയ പുതിയ ശീലങ്ങൾ തുടർന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ പഴയ ശീലങ്ങൾ തന്നെ പുതിയ ശീലത്തെ ഓർമ്മിപ്പിക്കും. ആദ്യം തന്നെ വലിയ ലക്ഷ്യം വെക്കേണ്ട, ചെറിയ രീതിയിൽ തന്നെ തുടങ്ങുക. 1 മിനിറ്റ് മതിയാകും, 2 പേജ് വായിച്ചാൽ മതിയാകും. ചെറിയ ചെറിയ ശീലങ്ങൾ വലിയ മാറ്റങ്ങൾക്ക് വഴിയൊരുക്കും. നിങ്ങളോട് പറയാനുള്ളത്, കൺസിസ്റ്റൻസി ഈസ് മോർ ഇമ്പോർട്ടൻറ്റ് ദാൻ പെർഫെക്ഷൻ. പൂർണ്ണതയല്ല വേണ്ടത്, തുടർച്ചയാണ് വേണ്ടത്. നിങ്ങൾക്ക് വളരെ കുറഞ്ഞ സമയമായാലും കുഴപ്പമില്ല, നിങ്ങളത് തുടർച്ചയായിട്ട് ചെയ്യണം. ഇന്ന് തന്നെ ഒരു പുതിയ ശീലം പഴയ ശീലത്തോട് ചേർത്ത് തുടങ്ങൂ. ശുഭാംസ്തു.